ഔട്ട്സൈഡ് ഇന്ത്യ അത് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിലെ അച്ഛന്മാരെ അധികം നാൾ ഇരുത്തുകയില്ല. 3 വർഷം ഇരുത്തത്തുള്ളൂ. 3 വർഷം കഴിയുമ്പോൾ സഭ തിരിച്ചു വിളിക്കും. പിന്നെ നാട്ടിലെ ഇന്ത്യയിലെ ഇവിടെയിലായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒക്കെ ഓർത്തഡോക്സ് സഭയിലെയൊക്കെ അച്ഛന്മാരെ നേഴ്സസിനെയൊക്കെ വിവാഹം കഴിച്ച് അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസായിൽ അവരിവിടെ താമസിച്ച പല അച്ഛന്മാരും അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. എന്നാൽ മർത്തോമാ സഭയിൽ അങ്ങനെയുള്ള അനുവാദമില്ല. നേഴ്സസ് നമ്മുടെ ജെയിംസ് അച്ഛൻ്റെ കൊച്ചമ്മ നേഴ്സായിരുന്നു. കൊച്ചമ്മ ഇവിടുത്തെ ക്വാളിഫയിങ് എക്സാം പാസ്സായിരുന്നു. എന്നാൽ 6 വർഷം കഴിയുമ്പോൾ അച്ഛന് പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് 7 years അച്ഛനിവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. 3 വർഷം ഇടവകാശ ശുശ്രൂഷയായിരുന്നു. പിന്നെ അച്ഛനെ അതിൻ്റെ PG സ്റ്റഡീസും അതുപോലെ ഡോക്ടർ സ്റ്റഡീസും ഒക്കെ ചെയ്യാനായിട്ട് അച്ഛൻ സ്റ്റേ ബാക്ക് ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 7 വർഷം അച്ഛനെ ഇവിടെ ലഭിച്ചത്. അതുകൊണ്ട് 3 വർഷമാണ് ഇവിടെ ലഭിച്ചത്. പിന്നെ സഭയുടെ സാധാരണ പട്ടം കിട്ടിയൊരു 12 to 15 years, ഈ 10-15 വർഷത്തിനുള്ളിൽ അച്ഛന്മാരെ വിദേശത്തേക്ക് അയക്കുന്നതായിട്ടുള്ളൊരു രീതിയാണുള്ളത്. അപ്പോൾ അച്ഛന്മാരൊരു ബിലോ 40 ഒരു 35 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കാണ് അച്ഛന്മാരെ വിദേശത്തേക്ക് പോകാറുള്ളത്. അതിൽ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഞാനും എനിക്ക് മുമ്പ് വരുന്ന ജോർജ് വറീസ് അച്ഛനും പിന്നെ UK ഒരു അച്ഛനായിരുന്നു പുന്നമട അച്ഛൻ. ഞങ്ങളൊക്കെ ഒളിച്ചിര മീശയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് ഔട്ട്സൈഡിലേക്ക് വന്നത്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസവും എനിക്കുണ്ടായിരുന്നു. അതായത് പല പരിമിതികൾ ഉണ്ടായിരുന്നു. ഒന്ന് യങ് അച്ഛന്മാർക്കെല്ലാം ഒന്ന് ഡ്രൈവിങ്ങിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഇവിടെയൊക്കെ കടയിൽ പോകാനും പള്ളിയിൽ പോകാനും നമ്മുടെ വീടിൻ്റെ സമീപത്തുള്ള ഈ പള്ളിയിലെ വീടുകളിലൊക്കെ പോകാനും ഒക്കെയുള്ള ഡ്രൈവിംഗ് പരിശീലനം മാത്രമേ എനിക്ക് ഉള്ളൂ. പിന്നെ സാങ്കേതിക വിദ്യ ഒക്കെ നിങ്ങളുമായിട്ട് കത്തിച്ച് നോക്കുമ്പോൾ ഞാൻ വെറും വട്ടപൂജ്യമാണ്. എനിക്ക് മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് 2008-ലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവിടെ വെച്ചൊക്കെ നാട്ടിൽ വെച്ചൊക്കെ മെസ്സേജ് വിടാൻ അറിയായിരുന്നു. അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വാട്സപ്പ് പഠിച്ചു. പിന്നെ എന്നതാ ഇമെയിൽ അഡ്രസ്സ് എനിക്കില്ലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ നീ പൊക്കോളാം ഞാൻ ജോലി കൊടുത്തു. അപ്പോൾ ഏതായാലും എനിക്ക് ഇമെയിൽ അഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടും സഭ എന്നെ ഇങ്ങോട്ട് വിട്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഞാൻ പറഞ്ഞ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ അതിൻ്റെ സാങ്കേതികതയിലുള്ള കുറവ്, ഭാഷയുടെ കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളെ ഇടവക ജനങ്ങൾ എൻ്റെ എല്ലാ കുറവുകളും നികത്തിയെടുത്ത് നിങ്ങളെ മേക്കപ്പ് ചെയ്ത് ഞാൻ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ അയർലൻഡ്, ഈ ഡബ്ലിന്, കോർക്ക്, ഈ ഗോൾവേ ഏരിയയിലെല്ലാം ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടതായിട്ടൊരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എല്ലാ ആളുകളും എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളാണ്. പിന്നെ ഡബ്ലിന് എന്നേക്കാൾ പ്രായമുള്ള 4 പേരേ ഉള്ളൂ. പിന്നെ ബെൽഫാസ്റ്റിൽ എന്നേക്കാൾ പ്രായമുള്ള ഒരാൾ. ബാക്കിയെല്ലാം എൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒക്കെ ഉള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് തന്നു എന്നതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട്, യങ്സ്റ്റേഴ്സിൻ്റെ പ്രത്യേകത തന്നെ യൗവനം. നിങ്ങളൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ യൗവനം മോഹനം സുന്ദരം. അപ്പം നമ്മുടെ യൗവനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസ് നിങ്ങളെ ഏറ്റവും കാര്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ വന്നതായിട്ട് അവസരത്തിൽ നമ്മുടെ ഈ കോർക്ക് പ്രയർ ഗ്രൂപ്പിൽ 12 ഫാമിലീസാണ് ഉണ്ടായിരുന്നത്. 12 ഫാമിലീസാണ് ഉണ്ടായിരുന്നത്. അതിങ്ങനെ ഇവർ പറഞ്ഞു, നേരത്തെയൊക്കെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പല ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്ന് ഒരു 1.25 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാനിയേൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഞാൻ
ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞു ഞാൻ ചിലപ്പം ഈ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൽ ഉടനെ പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ കാനഡയ്ക്ക് പോകാമെന്ന്. കാനഡയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി അദ്ദേഹം പോകുന്നൊരു സന്തോഷമാണ്. എന്നാൽ നമ്മുടെ ഈ കൂട്ടായ്മ ശുഷ്കമാകുമല്ലോ എന്നുള്ളൊരു ഒരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദാനിയേലിനെ ഒരു ഫെയർവെൽ ഒരു യോഗം പോലും സംഘടിപ്പിക്കാതെയാണ് ദാനിയേൽ പെട്ടെന്ന് നമ്മുടെ ഇവിടെ നിന്ന് പോയത്. എന്നാൽ ഞാൻ കണ്ടതായിട്ടൊരു കാഴ്ച, ദാനിയേൽ പോയത് നമുക്കൊരു നഷ്ടമായിരുന്നുവെങ്കിലും കൂടുതൽ ആളുകൾ ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വന്നു. 2016 ജോസി ഇവിടെ അംഗമായി ചേർന്നു. ഈ 2017 4 പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോണ്, റെജി, ബിന്നി, ഒരാളോട് ചേർന്നിട്ടുണ്ട്, അബു ഈ 4 ഫാമിലീസ് ചേർന്നു. പിന്നെ സിംഗിൾ മെമ്പേഴ്സായിട്ട് 2 പേര് ചേർന്നു. സിംഗിൾ മെമ്പേഴ്സായിട്ട് ഒരു അൻസു ഉണ്ട്. ഇനി ഇന്നിപ്പം ലീന ഇവിടുത്തെ അംഗമായി ചേർന്നു. ലീനയുടെ മാരേജൊക്കെയാണ്. ലീന ഈ ഇടവകയിലെ അംഗമായിട്ട് ചേർന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സിംഗിൾ മെമ്പേഴ്സ് ഇപ്പം ആൽബർട്ട് നിങ്ങൾക്കെല്ലാം ഫോം തന്നു. നിങ്ങളെല്ലാം ഇത് പൂരിപ്പിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആൽബർട്ടിൻ്റെ കൈ കൊടുക്കണം. നിങ്ങൾ ഈ കോർക്ക് ഗ്രൂപ്പിലെ അംഗങ്ങളായ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വന്നത് കൂടിയാൽ അപ്പം ഒരു മോർ ദാൻ 25 ഫാമിലീസ് ആണ് ഹിയർ. 25 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കേവലം ഡബ്ലിൻ്റെ കീഴിലുള്ള ഒരു പ്രെയർ ഗ്രൂപ്പായിട്ട് തീരാതെ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് കോൺഗ്രിഗേഷനായിട്ട് നമ്മൾ തീരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ വളരാനായിട്ടുള്ള അവസരം നമുക്ക് ലഭിക്കും. ഞാൻ UK പോയപ്പോൾ UK ഒത്തിരി പള്ളികൾ മറ്റേ മെയിൻ ചർച്ചിൽ മദർ ചർച്ചിൽ നിന്ന് മാറി നമ്മുടെ ഹോൾസ്ലോ പള്ളി ആയിരുന്നു ആദ്യത്തെ പള്ളി. ഇന്നിപ്പം UK 13 പള്ളികളുണ്ട്. ഈ 13 പള്ളികളും ഹോൾസ്ലോ പള്ളിയിൽ നിന്ന് പിരിഞ്ഞതായിട്ടുള്ള പള്ളികളാണ്. അപ്പോൾ ഞാൻ ഹോൾസ്ലോ ആണ് എൻ്റെ മെയിൻ. അതിനുശേഷം പിന്നെ ലണ്ടൻ സെൻറ്റ് ജെയിംസ് ഉണ്ട്, ഈസ്റ്റാംബിൾ, അങ്ങനെ ഞാൻ പറഞ്ഞ 13 പള്ളികൾ ഇന്ന് UK ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡയോസിഷൻ സെൻ്ററൊക്കെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ സഭയ്ക്ക് ഒരു 4 എപ്പിസ്കോപ്പന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ UK തന്നെ ഒരു തിരുമേനി താമസിച്ച് നമ്മുടെ ഇതിന് ആത്മീയ നേതൃത്വമൊക്കെ നൽകാനായിട്ടുള്ള സാധ്യതകൾ അത് ഉടൻ തന്നെ ഏറ്റവും ഉണ്ടാകും. അപ്പോൾ തിരുമേനിക്ക് വേണ്ടി ഒരു ആസ്ഥാനമൊക്കെ മേടിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അവരെ UK ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സഭ ഇങ്ങനെ ഓരോ ഇടങ്ങളിലെ പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സഭ വളരുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു കോൺഗ്രിഗേഷൻ ആകണം. ഇതിൻ്റെ ആരാധനകൾ കുറച്ചുകൂടെ വർദ്ധിക്കണം. നമുക്ക് മാസത്തിൽ 2 കുർബാന, നമുക്ക് മാസത്തിൽ ഏറ്റവും കുറഞ്ഞ 2 കുർബാന വേണം. പിന്നെ നമുക്കൊരു 2 പ്രാർത്ഥനായോഗം മാസത്തിൽ വേണം. അച്ഛന്മാർ വരുന്ന ഒരു ദിവസവും പിന്നെ മറ്റേ ഞങ്ങളുടെ എല്ലാം സൗകര്യാർത്ഥം ഒരു 2 ദിവസം ഒരു വീക്ക് ഡേയ്സ് പ്രാർത്ഥന വേണം. അതുപോലെ നമ്മുടെ സൺഡേ സ്കൂള് അത് ക്രമമായിട്ട് നടക്കണം. അങ്ങനെയുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ തന്ന എല്ലാ സ്നേഹത്തിനും എല്ലാ കരുതലിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പോഴൊരു ഭവന ഒരു അന്തരീക്ഷമാണ് ഈ കോർക്കിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടൊത്ത് താമസിക്കുന്ന ഒരു സന്തോഷമാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. സന്തോഷം നിങ്ങൾ തന്നതിൽ ഞാൻ ഏറ്റവും അധികം നിങ്ങളോട് എല്ലാവരും ഉള്ള എൻ്റെ കടപ്പാട് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ സാധാരണ ദൂരെയൊക്കെയുള്ള ആളുകളൊക്കെ വരാതിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് വന്നു. അതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. നമ്മുടെ ബിജുവിൻ്റെ സഹധർമ്മിണി കുഞ്ഞുങ്ങൾ, ബിജുവിന് എന്തോ സുഖമില്ലായികയാണ്. ബിജുവിൻ്റെ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്കിപ്പോഴും അറിയത്തില്ല. നിഗറ്റീവ് ലിമറിക്കാണ് നിങ്ങളുടെ എന്തോ
ഓക്കെ കേട്ടു. അപ്പോൾ ആ സ്ഥലത്തുനിന്ന് അവരെ വണ്ടി ഓടിച്ച് വന്നു. സോനുവിനും എല്ലാ ആഴ്ചകളിലും ഒക്കെ വരാനായിട്ടുള്ള അസൗകര്യമുള്ള ആളാണ് സോനു എന്ന കുടുംബമായിട്ട്. സോനു ഇങ്ങനെ വന്നു. അങ്ങനെ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാവരും വന്നു. എല്ലാവരും വന്നതിൽ ഞാൻ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇനിയും വരാനായിട്ടുള്ള അച്ഛൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളെല്ലാം അതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അത് അച്ഛനെ എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമങ്ങൾ മാറുന്നതിൻ്റെ അനുസരിച്ച് ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ഏറ്റവും ഗൗരവമായിട്ട് ഇത് അധികം താമസിക്കാതെ തന്നെ ഇത് കോൺഗ്രിഗേഷനാകണം. കോൺഗ്രിഗേഷനാകുന്ന വാർത്ത ഞങ്ങൾ അധികം താമസിക്കാതെ തന്നെ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രിഗേഷനാകണമെന്ന് താല്പര്യമുള്ള ആളുകൾ കൈവയ്ക്കുക. കോർക്കിലുള്ള ഈ കൂട്ടം ഒരു കോൺഗ്രിഗേഷനാകണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഒന്ന് കൈവയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. നമ്മുടെ പാട്ടിലേക്കിന് വലിയ താല്പര്യമാണ്. 12, 13, 14, 15. അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താല്പര്യം. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതൊരു ഇൻഡിപെൻഡൻറ്റ് പാരീഷ് ആകണം. അപ്പോൾ നമുക്ക് വരവും ചെലവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അച്ഛന്മാരൊക്കെ വരുമ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കോൺഗ്രിഗേഷനെ അനുഗ്രഹിക്കട്ടെ. ഈ അയർലൻഡ് പ്രദേശത്തെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ മെമ്മൻ്റെയ്ക്കും ഉപകാരത്തിനെല്ലാം എൻ്റെ അഗീതമായ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാനാണ്. ഇനി കൊച്ചമ്മയെ 2 വാക്ക് സംസാരിക്കാൻ കൊച്ചമ്മയ്ക്ക് ഞാൻ വയ്ക്കാം. ായിരിക്കട്ടെ. പറയേണ്ട കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു. ഞാനിവിടെ കണ്ടത് പ്രസന്റ് ഓഫ് മീറ്റിങ്ങിലോ ഇവിടെ സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു.